ലോകത്ത് എവിടെയെല്ലാം അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ രോദനം കേൾക്കുന്നുവോ അവിടെയെല്ലാം ക്യൂബൻ വിപ്ലവ ഭരണകൂടം സഹായവുമായി എത്തുകയായിരുന്നുവെന്ന് ലോകത്തെ വിവിധ ഭരണാധികാരികൾ സഖാവ് ഫിദൽ കാസ്ട്രോ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ആവർത്തിച്ചു പറയുകയുണ്ടായി. 1962 ഫ്രാൻസിൽ നിന്ന് അൾജീരിയ സ്വാതന്ത്ര്യം നേടിയ ശേഷം അൾജീരിയയും ക്യൂബയും തമ്മിൽ ശക്തമായൊരു സൈനിക ബന്ധം അക്കാലത്ത് നിലവിൽ വന്നിരുന്നു. 1963 പാശ്ചാത്യ പിന്തുണയുള്ള മൊറോക്കോ അൾജീരിയയെ ആക്രമിച്ചപ്പോൾ കാസ്ട്രോ സ്വന്തം സൈന്യത്തെ തന്നെ അൾജീരിയയുടെ സംരക്ഷണത്തിന് വേണ്ടി അയക്കുകയുണ്ടായി. സിറിയ, ഇറാഖ്, സൗത്ത് യമൻ അങ്ങനെ തുടങ്ങി അറബ് ലോകത്തുൾപ്പെടെയുള്ള പുരോഗമന സർക്കാരുകളെയും ക്യൂബ പിന്തുണയ്ക്കുകയും അവയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 1973 ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ സിറിയൻ സൈന്യത്തെ സഹായിക്കാൻ ക്യൂബൻ പടയാളികൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കയെ കോളനി ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പോരാട്ടങ്ങളിൽ ക്യൂബ നൽകിയ സംഭാവന ചരിത്രപ്രധാനമാണ്. ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയുടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ നമീബിയയിലെ സ്വപ്പോ SWAPO എന്ന് പറയുന്ന പ്രസ്ഥാനം, അങ്കോളയിലെ MPLA എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇവയെല്ലാം വിപ്ലവ സ്വഭാവമുള്ളായിരുന്നു. ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ക്യൂബ പിന്തുണ നൽകി, വലിയ കരുത്ത് പകർന്നു നൽകി എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുന്നത്. അങ്കോളയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പാശ്ചാത്യ ശക്തികളുടെയും ദക്ഷിണാഫ്രിക്കയിലെ വംശീയ വെറിയന്മാരുടെയും എല്ലാം അധിനിവേശത്തെ ചെറുക്കാൻ ക്യൂബൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ കാർലോട്ട എന്ന സൈനിക ദൗത്യം ചരിത്രപ്രസിദ്ധമായതാണ്. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗിബ്രിയൽ ഗാർസിയ മാർക്കേസ് ഈ പോരാട്ടത്തെ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടതും അദ്ദേഹം എഴുതിയതും. സ്വന്തം ലാഭത്തിനല്ലാതെ സഹോദരങ്ങളായ പാവപ്പെട്ട മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ സ്വന്തം സൈന്യത്തെ അയച്ച ചരിത്രം ക്യൂബക്കല്ലാതെ ലോകത്ത് മറ്റൊരു രാജ്യത്തിനുമില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാവുന്ന കാര്യം. അമേരിക്ക ആയുധങ്ങളും മാരക ബോംബുകളും ലോകമെമ്പാടും വിറ്റ് ലാഭമുണ്ടാക്കിയപ്പോൾ ഫിദൽ കാസ്ട്രോയുടെ ക്യൂബ ലോകത്തിന് നൽകിയത് ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെയും സ്വാതന്ത്ര്യം കാക്കുന്ന വിപ്ലവകാരികളെയുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ജനത എവിടെയുണ്ടോ അവിടെയെല്ലാം ക്യൂബയുടെ ചുവന്ന പതാക അവർക്ക് തുണയായി പാറിപ്പറന്നു നിന്നു.